നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മജയന്തി ആഘോഷം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. UDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 28-ന് കട്ടപ്പനയിൽ പ്രതിഷേധ റാലിയും ഉപവാസ സമരവും നടത്തുമെന്ന് ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ജില്ലാ സമ്മേളനവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പും നടത്തി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. വാഗമൺ കുരിശുമലയിൽ ഏപ്രിൽ 18, 27 തീയതികളിൽ ദുഃഖവെള്ളി ആചരണവും പുതുഞായർ തിരുനാളും നടത്തുമെന്ന് വാഗമൺ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ജന്മജയന്തി ആഘോഷം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ രോഗികളായ അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായ വിതരണം നടത്തി. തുടർന്ന് കലാകായിക പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു. അംബേദ്കറുടെ ദീർഘവീക്ഷണവും ആശയങ്ങളും ഇന്നും പ്രസക്തമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ കാതലാണെന്നും കൂട്ടിച്ചേർത്തു. ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134ാമത് ജന്മജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിത ക്രിയയിലുമെല്ലാം അത് വളരെ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ഉന്നത ജാതീയരായ ആൾക്കാരുടെ മക്കൾ ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ ചാക്ക് നിലത്ത് വിരിച്ചിരുന്ന് പഠിക്കേണ്ടിയിരുന്ന കാലഘട്ടമായിരുന്നു. അതോടൊപ്പം പൊതുനിരത്തുകളിൽ നടന്നു പോകാൻ അവകാശമില്ലായിരുന്നു എന്നുള്ളത്, കുടിവെള്ളത്തിന് ടാപ്പുകൾ ഉപയോഗിക്കാൻ പോലും സാധ്യതയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്കൂളുകളിലാണെങ്കിൽ ക്യൂകളുമായി വന്ന് ടാപ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കുടിക്കണം എന്നത് എടുത്തതും അല്ലാതിരിക്കാൻ വെള്ളം കുടിച്ചിട്ട് കൂടെ മക്കൾ വെക്കേണ്ടി വന്നതുമില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴായിട്ട് സാധിക്കും. നല്ലവണ്ണം പഠിക്കുകയും നല്ല ബിരുദം നേടുകയും ചെയ്തിട്ടും ഇതിൽ നിന്നും മോചനം നേടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ലോകരാഷ്ട്രങ്ങളിൽ ശക്തമായ രാജ്യങ്ങളിലെല്ലാം പഠനം നടത്തി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെല്ലാം പോയി പഠിച്ച് സാമർത്ഥ്യം തെളിയിച്ച് മടങ്ങി വന്ന് ജോലി പ്രതീക്ഷിച്ചപ്പോഴും ഇതുകൊണ്ട് മാത്രം ഈ പിന്നാക്കാവസ്ഥയ്ക്കും ഈ സമൂഹത്തിൽപ്പെട്ടവർക്കും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്നുള്ളത് അദ്ദേഹം നടത്തിയ പോരാട്ട തീവ്രതയെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ രോഗികളായ അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായം വിതരണം ചെയ്തു. തുടർന്ന് കലാകായിക പ്രതിഭകളെ ആദരിച്ചു. നാഷണൽ ടീ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് TK തുളസീധരൻ പിള്ള, ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ അബു ജോൺ ജോസഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി KN മോഹനൻ, വൈസ് പ്രസിഡന്റ് PP ജോസഫ്, ട്രഷറർ CO ബൈജു, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രമണി, ശശികുമാർ, നേതാക്കളായ ജോമോൻ 40 പാറ, ഷാജി കൊച്ചാലുമൂട്, CK ബിന്ദു എന്നിവർ പ്രസംഗിച്ചു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ച് UDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 28-ന് കട്ടപ്പനയിൽ പ്രതിഷേധ റാലിയും ഉപവാസ സമരവും നടത്തുമെന്ന് ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വന്യമൃഗ ആക്രമണം നിയന്ത്രിക്കുവാൻ യാതൊരു നടപടിയും സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ UDF അവസരോചിതമായ ഇടപെടൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഏകാധിപതികളാക്കിക്കൊണ്ടുള്ള വനനിയമ ഭേദഗതി സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുമായിരുന്നുവെന്നും അവർ പറഞ്ഞു. ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ കൂച്ചുവിലങ്ങുകൾ ഓരോന്നോരോന്നായി അടിച്ചേൽപ്പിച്ചും നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പതിറ്റാണ്ട് കാലത്തെ ഭരണം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ച് UDF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 28-ന് കട്ടപ്പനയിൽ പ്രതിഷേധ റാലിയും ഉപവാസ സമരവും നടത്തുമെന്ന് ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും അറിയിച്ചു. UDF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 28-ാം തീയതി പ്രതിഷേധ റാലിയും അതോടൊപ്പം തന്നെ പ്രതിഷേധ കൂട്ടായ്മയും കട്ടപ്പനയിൽ വെച്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 2016 മെയ് മാസം 26-ാം തീയതി ഇടുക്കി ജില്ലയിലെ 8 വില്ലേജുകളിൽ കെട്ടിട നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച പീഡന നടപടികൾ ഏറ്റവും അവസാനമായി അവിടെ ജലസേചന പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഡാമുകളുടെയും അതോടൊപ്പം തന്നെ വൈദ്യുത പദ്ധതി ഡാമുകളുടെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അവിടെ ബഫർ സോൺ പ്രഖ്യാപിക്കുന്ന തീരുമാനം വരെയും എത്തി നിൽക്കുകയാണ്. വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായതുകൊണ്ടാണ് ഈ 2 തീരുമാനങ്ങളും ഗവൺമെന്റ് പിൻവലിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇടുക്കി മേഖല മുഴുവൻ, ഹൈറേഞ്ച് മേഖല മുഴുവൻ വനമാക്കി മാറ്റണമെന്നുള്ള ആ ഒരു നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കപട പരിസ്ഥിതിവാദികൾ അത് അവർക്ക് സൈഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് റവന്യൂ ഭൂമികൾ ഇപ്പോഴും വനഭൂമിയാക്കി പ്രഖ്യാപിക്കുന്ന ആ ഒരു പ്രവണത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതാണ്. 2016 മെയ് 26-ന് ജില്ലയിലെ 8 വില്ലേജുകളിൽ കെട്ടിട നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച പീഡനം ജില്ലയിലെ ജലസേചന ഡാമുകളുടെ ജണ്ടയ്ക്ക് പുറത്ത് 120 മീറ്ററും വൈദ്യുത ഡാമുകളുടെ ജണ്ടയ്ക്ക് പുറത്ത് 200 മീറ്ററും ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വരെ എത്തി നിൽക്കുകയാണ്. ഹൈറേഞ്ചിലെ ജനങ്ങളോട് സർക്കാർ കാണിക്കുന്ന യാതൊരു നീതീകരണവുമില്ലാത്ത വിവേചനവും അനീതിയുമാണിത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ജനങ്ങളുടെ മേൽ കുതിര കയറുവാൻ അഴിച്ചുവിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ UDF അവസരോചിതമായി ഇടപെടൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഏകാധിപതികളാക്കിക്കൊണ്ടുള്ള വനനിയമ ഭേദഗതി സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുമായിരുന്നു. വന്യമൃഗ ആക്രമണം നിയന്ത്രിക്കാൻ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ ഒരു പതിറ്റാണ്ടായി നടത്തിവരുന്ന വഞ്ചനയും പീഡനവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള പ്രചാരണ പരിപാടികൾ UDFന്റെ നേതൃത്വത്തിൽ മണ്ഡലം തലങ്ങളിൽ നടത്തും. കട്ടപ്പനയിൽ നടക്കുന്ന സത്യാഗ്രഹ പരിപാടിയിൽ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കണമെന്നും നേതാക്കൾ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോയി വെട്ടിക്കുഴിക്കും പ്രൊഫസർ MJ ജേക്കബിനുമൊപ്പം സുരേഷ് ബാബു, TS ഷംസുദ്ദീൻ, NI ബെന്നി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ജില്ലാ സമ്മേളനവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പും നടത്തി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി തോമസ് മുഖ്യപ്രഭാഷണവും നടത്തി. ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റായി ബിജു മാത്യു, സെക്രട്ടറിയായി എബി മാത്യു, ട്രഷററായി അനൂപ് ലൂക്ക എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ 37ാമത് ജില്ലാ സമ്മേളനവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പും നടത്തി. ആർക്കുളം ആസ്കോ ബാങ്ക് ക്രൗൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. സംസ്ഥാന സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളുടെ ചില ആവശ്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന ചില സുപ്രധാന വിഷയങ്ങളുമൊക്കെ നമ്മൾ ആ സമ്മേളനത്തിലൂടെ ഗവൺമെന്റിന്റെ മുൻപിലേക്ക് വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഓരോ കാലഘട്ടത്തിലും സംഘടന നടത്തിയ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ഒരു വലിയ റിസൾട്ട് അത് നമുക്കെല്ലാം കലാകാലങ്ങളായി ലഭ്യമാകുന്നുണ്ട്.
ധീരമായ പോരാട്ടങ്ങൾ നടത്തിയ നമ്മുടെ KCF-ന്റെ ഭാരവാഹികളും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമൊക്കെ അങ്ങനെ നേടിയെടുത്ത നമ്മുടെ ആനുകൂല്യങ്ങൾ അത് വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോയ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ M. രാജു, ഇമാനുവൽ സൈമൺ, UM ഷാജി, ടിസി ലൂക്കോസ്, ബിനു കാവുങ്കൽ, ബിനു കുര്യാക്കോസ്, ഷാജൻ ജോസഫ്, അനൂപ് ലൂക്ക, ജോഷി മാത്യു, ബെന്നി മാത്യു, ദീപ ഷെർലി, അജേഷ് പി രാജ്, ജയേഷ് കുമാർ, നോബി തോമസ്, ലൂക്കോസ് സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റായി ബിജു മാത്യു, സെക്രട്ടറിയായി എബി മാത്യു, ട്രഷററായി അനൂപ് ലൂക്ക എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശ് നശിപ്പിച്ച വനംവകുപ്പിന്റെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള കോൺഗ്രസ് എം തൊടുപുഴ നിയോജക മണ്ഡലം നേതൃയോഗം. നേതാക്കളായ പ്രൊഫസർ KA ആന്റണി, അഗസ്റ്റിൻ വട്ടക്കുന്നിൽ, റെജി കുന്നംകോട്ട്, ജിമ്മി മറ്റത്തിപ്പാറ എന്നിവർ സംഭവ സ്ഥലം സന്ദർശിച്ചു. ആരാധനയ്ക്കായി സ്ഥാപിച്ച പരിപാവനമായ കുരിശിനെ അപമാനിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശ് നശിപ്പിച്ച വനംവകുപ്പിന്റെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള കോൺഗ്രസ് എം തൊടുപുഴ നിയോജക മണ്ഡലം നേതൃയോഗം. 65 വർഷത്തിലധികമായി കൈവശത്തിലുള്ള ഭൂമിയിലാണ് പള്ളി കുരിശ് സ്ഥാപിച്ചത്. ഈ പ്രദേശത്തെ വസ്തുവിന്റെ പട്ടയ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കി കൈവശക്കാർക്ക് പട്ടയം കൊടുക്കാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നതാണ്. ആ വസ്തുവിലാണ് കുരിശ് സ്ഥാപിച്ചിരുന്നത്. കർഷകരുടെ കൈവശമുള്ള കൃഷിസ്ഥലങ്ങളും റവന്യൂ ഭൂമിയും കയ്യേറി വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കമാണ് ഇത്. ഇത് അംഗീകരിക്കുന്ന പ്രശ്നമല്ലെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച് വികാരി അച്ഛനുമായി കൂടിക്കാഴ്ചയും നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെട്ട നേതാക്കളായ പ്രൊഫസർ KA ആന്റണി, അഗസ്റ്റിൻ വട്ടക്കുന്നിൽ, റെജി കുന്നംകോട്ട്, ജിമ്മി മറ്റത്തിപ്പാറ എന്നിവർ പറഞ്ഞു. ആരാധനയ്ക്കായി സ്ഥാപിച്ച പരിപാവനമായ കുരിശിനെ അപമാനിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് മനോജ് മാമല, ജോണി മുണ്ടയ്ക്കൽ, സെബാസ്റ്റ്യൻ അടുകുഴിയിൽ, ബിജു ഇല്ലിക്കൽ, ലിയോ ജോയ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. കോതമംഗലം പിതാവ് അഭിമന്യ മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം വലിയാഴ്ചയുടെ ഈ വേളയിൽ വലിയ സമരവും മറ്റു കോലാഹലങ്ങളും ഉണ്ടാവരുത് എന്ന ആ നിർദ്ദേശം പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയാഴ്ച കഴിയുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധികളെ നേരിടാൻ വനം വകുപ്പ് നേരിടേണ്ടതായിട്ട് വരും. കാരണം ഇത്ര സങ്കീർണമായൊരു പ്രശ്നം വലുതാക്കിയത് ഈ വനം വകുപ്പിൻ്റെ ഇടപെടലാണ്. ഈ പ്രശ്നത്തിൽ കേരള കോൺഗ്രസ് എം തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി ഇടപെട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരമുണ്ടായ കനത്ത കാറ്റിൽ വീടിന് മുകളിലേക്ക് മാവ് മറിഞ്ഞു വീണ് വീട് തകർന്നു. മടക്കത്താനം കാപ്പ് കൊല്ലക്കാട്ട് വത്സല രവീന്ദ്രന്റെ വീടിന്റെ മേൽക്കൂരയാണ് ഭാഗികമായി തകർന്നത്. ഉത്തരം, കഴിക്കോല്, പട്ടിക, ഓട് തുടങ്ങിയവ നശിച്ച അവസ്ഥയിലാണ്. വീടിന് സമീപമുള്ള തൊഴുത്തും മരം വീണ് പൂർണ്ണമായും തകർന്നു. വിഷുദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തൊടുപുഴ നഗരസഭാ ചെയർമാനും കൗൺസിലർമാരും. നഗരത്തിലെ നിരത്തുകൾ, ഗാന്ധി സ്ക്വയർ, ജംഗ്ഷനുകൾ, പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ കാട് വെട്ടി വേസ്റ്റ് നീക്കം ചെയ്തു. ഈ സ്ഥലങ്ങളെല്ലാം വൃത്തിയോടെ സൂക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് ഉള്ളതെന്ന് ചെയർമാൻ K. ദീപക് അറിയിച്ചു. 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വിഷുദിനത്തിൽ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്കും ഹരിതകർമ്മസേനാംഗങ്ങൾക്കും പായസവും വിതരണം ചെയ്തു.
താരതമ്യേന മറ്റു പല നഗരസഭകളെ അപേക്ഷിച്ച് നമ്മുടെ നഗരസഭ വളരെ നീറ്റായി തന്നെയാണ് പോകുന്നത്. എന്നാലും ടൗണിൻ്റെ ഒരു മനോഹാരിത നിലനിർത്തുന്നതിന് വേണ്ടി ടൗൺ പ്രദേശത്തുള്ള, പ്രത്യേകിച്ച് ഗാന്ധി സ്ക്വയർ പ്രദേശമൊക്കെ ഉള്ള മുഴുവൻ പുല്ലുകളും വേസ്റ്റും എല്ലാം നീക്കം ചെയ്തുകൊണ്ട് ഒരു 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ശുചീകരണ പ്രവൃത്തിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. വിഷുദിനത്തിൽ ശുചീകരണ പ്രവർത്തകരുമായി പങ്കുചേർന്നുകൊണ്ട് ഈ പ്രവർത്തനത്ത് എല്ലാവിധ പിന്തുണയും നൽകി ഞാനും കൗൺസിലേഴ്സും ഒക്കെ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ടൗണിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങളാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ തൊടുപുഴയുടെ ശുചിത്വം ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വിഷു, ഈസ്റ്റർ ദിനങ്ങളിൽ തൊടുപുഴയിലെ മുഴുവൻ ജനങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും എല്ലാ സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. കർക്കശമായ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ക്യാമറയിൽ പതിയുന്ന ആരാണെങ്കിലും അവർക്ക് കൃത്യമായി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് പ്രത്യേകം ചെയർമാൻ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ എല്ലാവരും പൊതുജനം ഞങ്ങളോടൊപ്പം സഹകരിക്കണം. വാഗമൺ കുരിശുമലയിൽ ഏപ്രിൽ 18, 27 തീയതികളിൽ ദുഃഖവെള്ളിയാചരണവും പുതുഞായർ തിരുനാളും നടത്തുമെന്ന് വാഗമൺ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ മലയടിവാരത്തിലുള്ള ദേവാലയത്തിൽ രാവിലെ 7:30 ആരംഭിക്കും. ദുഃഖവെള്ളിയാഴ്ച കുരിശുമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് രാവിലെ 6 മണി മുതൽ നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും. ഏപ്രിൽ 25 തീയതി വെള്ളിയാഴ്ച പുതുഞായർ തിരുനാളിന് കൊടിയേറും. വാഗമൺ കുരിശുമലയിൽ ഏപ്രിൽ 18, 27 തീയതികളിൽ ദുഃഖവെള്ളി ആചരണവും പുതുഞായർ തിരുനാളും നടത്തപ്പെടുമെന്ന് വാഗമൺ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ മലയടിവാരത്തിലുള്ള ദേവാലയത്തിൽ രാവിലെ 7:30 ആരംഭിക്കും. തുടർന്ന് ആഘോഷമായ കുരിശിന്റെ വഴി രാവിലെ 9 മണിക്ക് മലമുകളിലേക്ക് നടത്തപ്പെടും. ദുഃഖവെള്ളിയിലെ പീഡാനുഭവ സന്ദേശവും തിരുക്കർമ്മങ്ങളും സമാപന പ്രാർത്ഥനകളും മലമുകളിലുള്ള ദേവാലയത്തിലായിരിക്കും നടത്തുന്നത്. ദുഃഖവെള്ളിയാഴ്ച കുരിശുമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് രാവിലെ 6 മണി മുതൽ നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും. ഏപ്രിൽ 25 തീയതി വെള്ളിയാഴ്ച പുതുഞായർ തിരുനാളിന് കൊടിയേറും. ഏപ്രിൽ 27 തീയതി പുതുഞായർ ദിനത്തിൽ രാവിലെ 6:30 മുതൽ വൈകിട്ട് 4 മണി വരെ മലമുകളിലുള്ള ദേവാലയത്തിൽ തുടർച്ചയായി വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. അന്നേ ദിവസം മലയടിവാരത്തിലുള്ള ദേവാലയത്തിൽ രാവിലെ 10 മണിക്ക് പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകും. വാഗമൺ കുരിശുമലയിൽ എത്തുന്ന തീർത്ഥാടകർ വോളണ്ടിയേഴ്സിന്റെയും പോലീസ് അധികാരികളുടെയും നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഗമൺ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെയും വാഗമൺ സെന്റ് ആന്റണീസ് ഇടവകയിലെയും വെള്ളികുളം സെന്റ് ആന്റണീസ് ഇടവകയിലെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തീർത്ഥാടകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും എല്ലാവിധ സഹായങ്ങൾക്കുമായി വെള്ളികുളം വാഗമൺ റോഡിലും വഴിക്കടവ് കുരിശുമല റോഡിലും ഉണ്ടായിരിക്കും. കുരിശുമല, കൂപ്പ്, കോലാഹലമേട് റോഡിലും വോളണ്ടിയേഴ്സ് ഉണ്ടായിരിക്കും. കട്ടപ്പന, പാല, ഈരാറ്റുപേട്ട, മൂലമറ്റം ഡിപ്പോകളിൽ നിന്നും KSRTC സ്പെഷ്യൽ സർവീസ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. വാഗമൺ കുരിശുമലയിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. ദുഃഖവെള്ളിയാഴ്ച ദിവസം രാവിലെ 6 മണി മുതൽ ബസ്സുകൾ പോലുള്ള വലിയ വാഹനങ്ങൾ വാഗമൺ കുരിശുമല റോഡിൽ കടത്തിവിടുന്നതല്ല. അന്നേ ദിവസം ബസ്സുകളിൽ എത്തുന്ന തീർത്ഥാടകർ വഴിക്കടവിൽ നിന്നും കാൽനടയായോ ചെറുവണ്ടികളിലോ കുരിശുമലയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. 40-ാം വെള്ളിയാഴ്ച ഈരാറ്റുപേട്ട KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 7:30 വാഗമൺ കുരിശുമലയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് വരെ സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മൂലമറ്റത്തിൽ നിന്ന് രാവിലെ 7 മണിക്ക് KSRTC സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ട്. ഈ 2 ബസ്സുകളും തിരുക്കർമ്മങ്ങൾക്ക് ശേഷം 1 മണിക്ക് തിരികെ മൂലമറ്റത്തിനും ഈരാറ്റുപേട്ടയ്ക്കും പോകുന്നതായിരിക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ നേർച്ചക്കഞ്ഞി വിതരണം വാഗമൺ കുരിശുമലയുടെ മലമുകളിൽ ആരംഭിക്കും. രാവിലെ 7:30 ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ മലയടിവാരത്തിലുള്ള ദേവാലയത്തിൽ, കല്ലിലാറ്റമലയിലുള്ള ദേവാലയത്തിൽ ആരംഭിക്കുന്നത്. ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം 9 മണിക്ക് ആഘോഷമായ കുരിശിന്റെ വഴി മലമുകളിലേക്ക് ഉണ്ടായിരിക്കും. മലമുകളിൽ വെച്ചാണ് പീഡാനുഭവ സന്ദേശവും ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങളുടെ സമാപന പ്രാർത്ഥനകളും നടക്കുന്നത്. പുതുഞായറാഴ്ച രാവിലെ 6:30 മുതൽ വൈകിട്ട് 4 മണി വരെ മലമുകളിലുള്ള ദേവാലയത്തിൽ തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുരിശുമലയിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് കുരിശുമല, കൂപ്പ്, കോലാഹലമേട് വഴിയായിരിക്കും. ഇത് 1 വേ സംവിധാനമാണ്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ആന്റണി വാഴയിൽ, ജോയ്സ് കൊച്ചുമഠത്തിൽ, സ്റ്റീഫൻ ഷീബാഭവൻ, സോണി വെളിയത്ത്, എബിൻ മഞ്ചേരികുളം എന്നിവർ പങ്കെടുത്തു.
കഴിഞ്ഞ 58 വർഷമായി കരിമണ്ണൂർ ടൗണിൽ കുരിശുപള്ളിക്ക് സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന ജസ് ബ്രദേഴ്സ് മെഡിക്കൽ ഹാൾ സ്വന്തം സ്ഥലത്ത് പുതിയതായി പണിത ഇല്ലിക്കൽ ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. മതരാഷ്ട്രീയ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 58 വർഷമായി കരിമണ്ണൂർ ടൗണിൽ കുരിശുപള്ളിക്ക് സമീപം പ്രവർത്തിച്ചു വരുന്ന ജസ് ബ്രദേഴ്സ് മെഡിക്കൽ ഹാൾ സമീപത്തായി സ്വന്തം സ്ഥലത്ത് പുതിയതായി പണിത ഇല്ലിക്കൽ ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഫാദർ ജോസഫ് അടപ്പൂര്, ഫാദർ മാത്യു എടാട്ട്, ഫാദർ ജിബു പുല്ലാട്ട് എന്നിവരുടെ സാന്നിധ്യത്തിൽ കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് കാരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവനുത്തരമരുളും. ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്ന ഈ സ്ഥാപനം എന്നേക്കും ആശീർവദിക്കപ്പെടട്ടെ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളനയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സർവ്വപിതാവാം സകലേശ. നിരവധി നാട്ടുകാരും സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ, മത, വ്യാപാരി, വ്യവസായി സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടെ നിന്നും ഇംഗ്ലീഷ്, വെറ്റിനറി മരുന്നുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ, ബേബി ഫുഡ്സ്, പെറ്റ് ഫുഡ്സ് തുടങ്ങിയവ മിതമായ നിരക്കിൽ ലഭ്യമാണ്. രാവിലെ 8:30 മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവർത്തന സമയം.
യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. വിശ്വാസികൾ കുരുത്തോലയുമേന്തി ദേവാലയത്തിനു ചുറ്റും പ്രദക്ഷിണം നടത്തി. ഇടുക്കിയിലെ എല്ലാ ദേവാലയങ്ങളിലും ഓശാന ഞായറാഴ്ചയോടനുബന്ധിച്ച് തിരുക്കർമ്മങ്ങൾ നടന്നു. വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി. ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. 40 ദിവസത്തെ നോമ്പിന് ശേഷം യേശുക്രിസ്തു ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിന്റെ സ്മരണയാണ് ഓശാന പെരുന്നാളിലൂടെ ക്രൈസ്തവർ പുതുക്കുന്നത്. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിനും ഓശാനയോടെ തുടക്കമാകും. യേശുക്രിസ്തുവിനെ യഹൂദജനം രാജകീയ പദവികളോടെ ഒലിവിലകളേന്തി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന ഞായറാഴ്ചയിലെ ശുശ്രൂഷകൾ. വിശ്വാസികൾ കുരുത്തോലയുമേന്തി ദേവാലയത്തിനു ചുറ്റും പ്രദക്ഷിണം നടത്തി. ഇടുക്കിയിലെ എല്ലാ ദേവാലയങ്ങളിലും ഓശാന ഞായറാഴ്ചയോടനുബന്ധിച്ച് തിരുക്കർമ്മങ്ങൾ നടന്നു. വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി. യേശുക്രിസ്തുവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം എന്നിവയെ അനുസ്മരിച്ചുള്ള തിരുക്കർമ്മങ്ങൾ വിശുദ്ധ വാരത്തിൽ നടക്കും. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയർപ്പ് തിരുനാൾ എന്നീ ചടങ്ങുകളാണ് പ്രധാനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് സേവനം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപവുമായി കോൺഗ്രസ് മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ രംഗത്ത്. ഫ്രണ്ട് ഓഫീസിൽ സേവനം ആവശ്യപ്പെട്ടെത്തുന്ന ആളുകളോട് ഉദ്യോഗസ്ഥർ അലക്ഷ്യമായി മറുപടി നൽകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നാണ് ആരോപണം. ഫ്രണ്ട് ഓഫീസ് സേവനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമാണ് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ മുമ്പോട്ട് വയ്ക്കുന്നത്. സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളാണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നത്. ഫ്രണ്ട് ഓഫീസിൽ സേവനം ആവശ്യപ്പെട്ട് എത്തുന്ന ആളുകളോട് ഉദ്യോഗസ്ഥർ അലക്ഷ്യമായി മറുപടി നൽകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നാണ് ആരോപണം. ഈ സെക്ഷനിലിരിക്കുന്ന വിഷ്ണു TR ക്ലർക്ക് 10-15 ആളുകൾ ഫ്രണ്ട് ഓഫീസിൽ വന്ന് നിന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ പുള്ളി ഫ്രണ്ട് ഓഫീസിൽ ചുമ്മാ കുത്തിയിരുന്നിട്ട് ഓരോ ആളുകളും ഈ എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾ ഓരോ ആളുകളും ഓരോ കാര്യങ്ങൾ പെൻഷന് വേണ്ടി ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന കണ്ടില്ല ഒരു എത്ര പ്രായമായ ഒരു പാർട്ടി അവർ ചോദിക്കുന്ന പോലെ പുള്ളിക്ക് ഒരു മറുപടിയില്ല. വന്നെങ്കിൽ കൈ ഒരുമാതിരി ഇത് ആളുകൾ എന്തോ ഇയാളുടെ അടുത്ത് ശമ്പളത്തിന് ഈ ആളുകൾ നിൽക്കണ പോലെയാണ് ഇയാളുടെ കാര്യത്തിൽ. അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ മൂന്നാറിൽ ആളുകൾ ഇങ്ങനെ തെരുവിൽ കൂടി നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് ആളുകൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നതായും സി നെൽസൺ പറഞ്ഞു. കൃത്യമായി മറുപടി ലഭിക്കാതെ വരുന്നതോടെ സാധാരണക്കാരായ ആളുകൾ കുഴയുന്ന സ്ഥിതിയുമുണ്ട്. ഈ അവസ്ഥ ഒഴിവാക്കി ഫ്രണ്ട് ഓഫീസ് സേവനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വിഷയത്തിൽ പരാതി നൽകേണ്ടി വരുമെന്നും സി നെൽസൺ വ്യക്തമാക്കി. ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെ കൊതകുത്തിയിലെ 71 നമ്പർ അംഗൻവാടി ഇനി മുതൽ അംഗൻവാടി കം ക്രഷ്. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന പദ്ധതിയാണ് ക്രഷ്. പദ്ധതിയോടനുബന്ധിച്ച് നവീകരിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനം ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നിർവഹിച്ചു. ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെ 71 നമ്പർ അംഗൻവാടി ഇനി മുതൽ അംഗൻവാടി കം ക്രഷ്. തൊടുപുഴ ICDS പ്രോജക്ടിന്റെ കീഴിലുള്ള 142 അംഗൻവാടികളിൽ ആദ്യമായി ക്രഷ് ആരംഭിച്ചത് ഇടവട്ടിയിലാണ്. അംഗൻവാടി കുട്ടികൾക്കൊപ്പം 6 മാസം പ്രായം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കൂടി പ്രവേശനം അനുവദിക്കുന്ന പദ്ധതിയാണ് ക്രഷ്. വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വീട്ടിൽ കുട്ടികളെ നോക്കാൻ ആളില്ലാത്തതുമായ വീടുകളിലെ അമ്മമാരുടെ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ ഇവിടെ പരിചരിക്കും. അവർക്കായി പ്രത്യേക പോഷകാഹാരവും നൽകും. ഒപ്പം 9:30 മുതൽ 3:30 വരെ നിലവിലെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പരിചരണവും പഠനവും ഇതിനോടൊപ്പം നടക്കും. കുട്ടികളുടെ സംരക്ഷണം ആവശ്യമുള്ള ആർക്കും അംഗൻവാടി കം ക്രഷിന്റെ സേവനം ഉപയോഗിക്കാം. പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച കൊതകുത്തി അംഗൻവാടി ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു മുഹൂർത്തത്തിലാണ് നാം ഇന്ന്. കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ 15 അംഗനവാടികളാണ് നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട്. ഇപ്പൊ ലത്തി മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു ക്രഷ് നടത്തുന്നതിന് വേണ്ടി എല്ലാ അംഗനവാടികളും പരിശോധിച്ചപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ്
ഈ അംഗനവാടിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നതും അത് കാരണം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു പ്രദേശത്താണ് ഈ അംഗനവാടി ഇരിക്കുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും അനുയോജ്യമായ, കാരണം നമുക്കറിയാം ഈ ടൗൺ മേഖലകളിലേക്കൊക്കെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുട്ടികളെ ടൗൺ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡേ കെയറിൽ കൊണ്ടേ ആക്കുന്നതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില കുഗ്രാമത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ നമുക്കറിയാം സാധാരണക്കാരിൽ സാധാരണക്കാരായ അനേകം ആയിരക്കണക്കിന് ആളുകൾ പല വാർഡുകളിലായി തിങ്ങി നിറയുന്ന ഒരു പ്രദേശമാണിത്. അപ്പൊ സാധാരണക്കാരായ ഒരു മനുഷ്യർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പോകുന്നതിന് ഈ ക്രച്ച് വളരെയധികം സഹായകമാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CDPO ജാനറ്റ് പദ്ധതി വിശദമായി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീജ നൌഷാദ്, അസീസ് സിലിക്കൽ, മെമ്പർ സുബേദ അനസ്, ICDS സൂപ്പർവൈസർമാരായ ദിവ്യ, സിന്ധു, അംഗൻവാടി ജീവനക്കാരായ ലൈജു, ലത എന്നിവർ ആശംസകൾ നേർന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലത്തീഫ് മുഹമ്മദ് സ്വാഗതവും അംഗൻവാടി അധ്യാപിക സുബേദ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗം നമ്പർ 640 ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. യോഗം തൊടുപുഴ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് R ജയൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ AR കൃഷ്ണൻ നായർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യോഗത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട കരയോഗാംഗം K ദീപകിനെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ നിർദ്ദേശപ്രകാരം തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗം നമ്പർ 640 ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കരയോഗ മന്ദിരത്തിൽ കൂടിയ യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് R ജയന്റെ അധ്യക്ഷത വഹിച്ച യോഗം തൊടുപുഴ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നായർ സർവീസ് സൊസൈറ്റി അതിന്റെ പണ്ടുകാലം മുതൽ തന്നെ നൽകിയിട്ടുണ്ട്. ആ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സമുദായത്തിനു കൂടി പ്രയോജനകരമായി തീരണമെന്ന് കൂടി മന്നത്താചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അവനവൻ്റെ അമ്മയും വാഴ്ത്തി വലുതാക്കിയ സമുദായവും മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയും മറന്നുകൊണ്ടല്ല രാഷ്ട്രീയം പ്രവർത്തിക്കേണ്ടത്. സമുദായത്തിലുള്ളവരും മനുഷ്യരാണെന്ന് കരുതി അവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും സമുദായത്തിന് കൂടി പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന്. നമുക്കറിയാം, ഇന്ന് സമുദായത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് നിലനിൽക്കില്ല. ഏത് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ സമുദായത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രാതിനിധ്യം എത്രമാത്രം ആ സ്ഥാനാർത്ഥിക്കുണ്ട് എന്നുകൂടി കണക്കാക്കിക്കൊണ്ടാണ്. രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ അത് മതേതരത്വമാണ്, ജനാധിപത്യമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതെല്ലാം വളരെ ശരിയാണ്. പക്ഷെ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ഇതെല്ലാം മാറ്റിമറിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സമുദായത്തിലെ ആളുകളെ നമുക്ക് നിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഓരോരുത്തരും കരുതുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥാനങ്ങളിലും എത്തിപ്പെടാൻ കഴിയുന്ന രാഷ്ട്രീയത്തിൽ വളരെ ചുരുക്കോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി നേതാക്കളുണ്ട്. ഇവിടുത്തെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നോക്കിയാൽ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇപ്പോഴത്തെ ഹിന്ദുത്വ രാഷ്ട്രീയമായാലും ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം രൂപീകരിക്കുന്നതിനും അതിൽ പ്രവർത്തിക്കുന്നതിനും അതിന് നേതൃത്വം കൊടുക്കുന്നതിനും ഇന്നും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഈ സമുദായത്തിലെ പ്രമുഖരായ വ്യക്തികൾ. തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ AR കൃഷ്ണൻ നായർ നേതൃത്വം നൽകി. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൊടുപുഴ നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട കരയോഗാംഗം K ദീപകിനെ പൊന്നാടി അണിയിച്ച് സ്വീകരിക്കുകയും കരയോഗത്തിന്റെ ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു. യോഗത്തിൽ കരയോഗം സെക്രട്ടറി TK സുധാകരൻ നായർ, മുനിസിപ്പൽ കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ, വനിതാ സമാജം സെക്രട്ടറി ജയശ്രീ രാജീവ്, കരയോഗം ട്രഷറർ ശിവരാമൻ നായർ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് എന്നിവർ ആശംസകൾ നേർന്നു. യോഗത്തിൽ 100ഓളം കരയോഗ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മജയന്തി ആഘോഷം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു.
UDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 28-ന് കട്ടപ്പനയിൽ പ്രതിഷേധ റാലിയും ഉപവാസ സമരവും നടത്തുമെന്ന് ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ജില്ലാ സമ്മേളനവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പും നടത്തി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. വാഗമൺ കുരിശുമലയിൽ ഏപ്രിൽ 18, 27 തീയതികളിൽ ദുഃഖവെള്ളി ആചരണവും പുതുഞായർ തിരുനാളും നടത്തുമെന്ന് വാഗമൺ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.